ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 269 വാല്യം 6. സ്നാപക യോഹന്നാന്റെ വാദത്തെക്കുറിച്ചുള്ള വിവരം അറിയുന്നു. ഈശോ രോഗികളായ കുറെ പേരെ സുഖപ്പെടുത്തുകയാണ്. മനേയൻ മാത്രമേ കൂടെയുള്ളൂ. നേരം പുലർന്നു കഴിഞ്ഞു. അവർ തണലുള്ള അടുക്കളത്തോട്ടത്തിലാണ്. കഫർനാമിലെ വീട്. മനേയന്റെ വിലപിടിപ്പുള്ള വസ്ത്രവും ഇടക്കെട്ടും തലപ്പാവും മാറ്റി സാധാരണക്കാരുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈശോയുടെ ശിരസിൽ ഒന്നും ധരിച്ചിട്ടില്ല. വീട്ടിലായിരിക്കുമ്പോൾ ഒന്നും തലയിൽ ധരിക്കാറില്ല. രോഗികളെ സുഖപ്പെടുത്തി ആശ്വാസവാക്കുകളും പറഞ്ഞ ശേഷം ഈശോ മനേയനുമായി വീടിന്റെ 2-ാം നിലയിലേക്ക് പോയി. അവിടെ ഒരു ജനൽപ്പടിയിലിരിക്കുന്നു. സൂര്യൻ വീടിന്റെ മറ്റേ വശത്താണ്. വേനലിന്റെ കാഠിന്യം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ചൂടുണ്ട്. മുന്തിരി ഫലങ്ങൾ എടുക്കാൻ ഉടനെ തുടങ്ങും. ശരി, അത് കഴിഞ്ഞാൽ ഉടൻ കൂടാരപ്പെരുന്നാൾ, പിന്നെ മഞ്ഞുകാലമായി. നീ എപ്പോഴാണ് തിരിച്ചു പോകുവാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരിക്കലും പോകുകയില്ല. പക്ഷേ ഞാൻ സ്നാപകനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഹെറോദോസ് ദുർബലനാണ്. നന്മയ്ക്കായി അവനെ സ്വാധീനിക്കാൻ ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ തന്നെ രക്തദാഹമില്ലാത്തവരായിരിക്കുകയെങ്കിലും ചെയ്യും. പക്ഷെ വളരെ കുറച്ചു പേർ മാത്രമേ ശരിയായ ഉപദേശം അയാൾക്ക് കൊടുക്കുകയുള്ളൂ. ആ സ്ത്രീയാണെങ്കിൽ പറയുകയും വേണ്ട. നിന്റെ അപ്പസ്തോലന്മാർ തിരിച്ചു വരുന്നതുവരെ ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ ആശ്രയിക്കുന്നത് കൊണ്ടല്ല. എനിക്ക് ഇപ്പോഴും കുറച്ചു സ്വാധീനമുണ്ട്. നന്മയുടെ മാർഗത്തിലൂടെ ഞാൻ ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ അതിന് കുറെ ഇടിവ് വന്നിട്ടുണ്ടെന്ന് മാത്രം. അത് സാരമില്ല. നിന്റെ അപ്പസ്തോലന്മാരെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുന്നതിന് എല്ലാം ഉപേക്ഷിക്കുവാൻ എനിക്ക് ധൈര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അതിൽ ഞാൻ എന്നെങ്കിലും വിജയിക്കുമോ? സാധാരണക്കാരല്ലാത്ത ഞങ്ങൾക്ക് നിന്നെ അനുഗമിക്കുവാൻ കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്വത്തിന്റെ ചരടുകൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. എനിക്ക് കുറെ പേരെ അറിയാം. അവർ ശരിക്കും ധനികരാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വിജ്ഞാനമുള്ളവരാണ്. അവരും വരുന്നില്ല. അവരെയും ധനത്തിന്റെ ചരടിൽ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത്. ഒരാൾ പണി കൊണ്ട് മാത്രമല്ല ധനികനാവുന്നത്. അറിവാകുന്ന ധനമുണ്ട്. മായയുടെ മായ. എല്ലാം മായ എന്ന് സോളമനോടുകൂടെ പറയാൻ കഴിയുന്ന ആളുകൾ കുറവാണ്.